ടൈമിൽ ഇത് മിസ്സായി. പിന്നെ രണ്ടാം പ്രാവശ്യം നമ്മൾ കൈക്ക് വന്നപ്പോൾ നമുക്കതൊരു മേരീഡ് ആണോ കമ്മിറ്റഡ് ആണോ സംഭവം കൊള്ളാം. നമ്മുടെ പ്ലേ ബട്ടൺ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റെ ഏജ് ആണ്, എന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ 100K ആയ സമയത്ത് കരുതിയെന്നാണ് ഒരു വ്ളോഗ് എടുക്കുന്നത്. ഇപ്പോൾ 200K ആയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് 100Kന്റെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് Q&A ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എണീറ്റ പാടെ വന്നിക്കാണ്. എന്തായാലും കുറച്ച് എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഇന്നലെ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കിയതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് സിൽവർ ബട്ടൺ അൺബോക്സ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ചെറിയ സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ബോക്സ് എടുക്കണം. ആക്ച്വലി ഞാനിത് പൊട്ടിച്ചായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് തുറന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളെയും കൂടി കാണിക്കണം. ഇത് കൈ കിട്ടാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കുറച്ച് ഇടങ്ങാറായി. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം കസ്റ്റംസിന്റെ കയ്യിൽ ഇത് പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു മെയിൽ വന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ വല്ല ഫ്രോഡായിരിക്കും. അപ്പോൾ ഞാൻ മെയിൻ ചെയ്തില്ല. പക്ഷെ പിന്നെ ഒരു കോൾ വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാധനം കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ്, അപ്പോൾ വിട്ടിട്ടുണ്ടെങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എനിക്കത് തോന്നി ജെന്യൂൻ ആണ്. പിന്നെ ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കാം, കസ്റ്റംസ് പിടിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതായാലും പിന്നെ ഞാൻ KYC അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്കൊരു അപ്ഡേറ്റ്സും കിട്ടിയില്ല. അപ്പൊ ഞാൻ കരുതി ഇനി ഇത് കിട്ടുണ്ടാവില്ല, പോയിട്ടുണ്ടാവും. കാരണം ചില ആളുകൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വന്നു. എടുക്കാൻ വേണ്ടി പോയി അവിടെ ചെന്ന് ഒപ്പിടലൊക്കെ കഴിഞ്ഞേക്കാണ് ആള് ഈ സാധനം കൊടുന്ന് തരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇത് വന്നു എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് എന്തായാലും ഓക്കെ എന്താവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ ബോക്സ് ചെയ്യാം. ബോക്സിലാണ് പണ്ടത്തെ പ്ലേ ബട്ടന്റെ അത്ര വലുപ്പത്തിലല്ല പോയിരുന്നത്. ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പേപ്പർ വരും. ഇത് അവര് ഇങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെക്കണായിരിക്കും. അതൊരു കാർഡ്, ഒരു ചെറിയ കാർഡ്. ഇത് തന്നിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ പാക്കേജിനെ കുറിച്ചിട്ടൊക്കെ സൊസൈറ്റി അവാർഡ് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് വിളിക്കാണ്ട്. സോ നമുക്കിത് വേണ്ട, കാരണം നമ്മൾ ഈ ഡാമേജ് ഒന്നും ഇല്ല. പിന്നെ അത് താഴ്ത്തു പോയി, ഇനി പിന്നെ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ യൂട്യൂബിന്റെ സിഇഒയുടെ ഒരു ലെറ്ററാണ്. എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തില്ല, നോക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ കിടക്കട്ടെ. ആൻഡ് നെക്സ്റ്റ് സാധനമാണ് നമ്മുടെ പ്ലേ ബട്ടൺ. പക്ഷെ അതിന് മുൻപ് ഒരു പേപ്പർ കൂടെ ഉണ്ട് താഴെ, അതും കൂടി കാണിച്ചാൽ ഞാൻ ഇത് കാണിച്ചുതരാം. റെക്കഗ്നൈസ് യുവർ ടീം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ തന്നെ വേറൊരു സംഭവമാണ്. അങ്ങനെ അവസാനം ഇനി നമ്മൾ തുറക്കാൻ പോകുന്നതാണ് നമ്മുടെ സ്വന്തം പ്ലേ ബട്ടൺ. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷനായിട്ട് അവർ വേറൊരു കാർഡ്ബോർഡ് പീസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ പിസ്സന്റെ ഒക്കെ ബോക്സ് പോലെ. ഓക്കെ, ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് നമ്മുടെ 100K ആയതിന്റെ പ്ലേ ബട്ടൺ, 1,00,000 ആയതിന്റെ പ്ലേ ബട്ടൺ. താങ്ക് യു സോ മച്ച് ഫോർ എവറി വൺ. ബിക്കോസ് നമുക്ക് 1,00,000 ആയത് വെറും ഒരാഴ്ചക്കുള്ളിലാണ്. അതിന് പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സാധനം, ചെറിയ സാധനം കണ്ട, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് വളരെ എന്താ പറയാ, ഇത് ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കാം. എൻ്റെ സ്വപ്നമായിരുന്നു ഒരു കാലത്ത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഏതായാലും കൊള്ളാം. ഇനി നിങ്ങളെ അഭിപ്രായം പറയാം. ഞാൻ എവിടെ വെക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഏതായാലും താൽക്കാലികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെവിടെ വെക്കാം. അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കുണ്ടായ ഒരു അനുഭവം, എങ്ങനെയാണ് യൂട്യൂബില് വീഡിയോസ്. അയ്യോ, അവിടെ പണി നടക്കുന്നുണ്ട്. കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഒരാഴ്ച കൊണ്ട് 100K ആയി ഞാൻ പറഞ്ഞല്ലോ. ശരിക്ക് ഒരാഴ്ച കൊണ്ടല്ല. 2019 സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പൊ അന്ന് ഞാൻ ടീച്ചർ ആയിട്ടില്ല, DLED പഠിച്ചിട്ടില്ല. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇരിക്കുക, അതോ +2ന്റെ സമയമാണ്. കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഞാൻ വീഡിയോസ് ഇട്ടിരുന്നു. പക്ഷെ അത് എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മൾ ഈ മോട്ടിവേഷൻ പോലെ, അതേപോലെ കുറെ സ്റ്റോറീസ് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. ചിലവർക്ക് ഇതിൽ അറിയാവും. പഠിക്കലും കാര്യങ്ങളൊക്കെ ആയി സ്കൂളിലൊക്കെ കയറിയതിന് ശേഷം പിന്നെ യൂട്യൂബിൽ നിന്ന് അത്ര നോക്കിയിരുന്നില്ല. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആൾക്കാർക്ക് ആവശ്യം വരുന്നുണ്ട്, ഉപയോഗമാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി. ഞാൻ കളിക്കുന്ന ഗെയിംസ്, ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ വീഡിയോസ് എടുത്തിട്ട് എന്തിലിട്ടു, നമ്മുടെ ഇൻസ്റ്റയിലിട്ടു. എൻ്റെ പേരിൽ ഒരാൾ എന്ത് ചെയ്തു, എൻ്റെ അതേ ID വെച്ച്, മീൻസ് എൻ്റെ അതേ ID, എൻ്റെ അതേ ചാനൽ നെയിം, എൻ്റെ അതേ DP, അതായത് പ്രൊഫൈൽ പിക്ചർ, ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് തന്നെ എന്ത് ചെയ്തു, കൺഫ്യൂഷനായി. അത് എൻ്റെ തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു പോകുന്ന രീതിയിൽ അയാളൊരു കോപ്പി ഇറക്കി. അങ്ങനെ
കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലാവുന്നത് അത് എന്റെ യൂട്യൂബ് അക്കൗണ്ട് അല്ല വേറൊരാള് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. കാരണം ഇന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഉമ്മാന്റെ ഫോണിലും കൂട്ടുകാരുടെ ഫോണിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഞാനാ വിചാരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല്, ഞാൻ ഇതിന് ഇൻസ്റ്റയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആൾക്കാരെല്ലാരും റിപ്പോർട്ട് അടിച്ച് ആ അക്കൗണ്ട് എന്ത് ചെയ്തു, അവര് സ്വയം കളഞ്ഞു. മീൻസ് റിമൂവ് ചെയ്തിട്ടില്ല, അക്കൗണ്ട് അവിടെ ഉണ്ട്, റീച്ച് ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ വീഡിയോസ് ഒക്കെ അവര് ആർച്ചീവ് ചെയ്യുക അതോ ഹൈഡ് ചെയ്യുക എന്താ ചെയ്തിട്ടുണ്ട്. ആ മാനേജ് ചെയ്യുന്ന ആള് എനിക്ക് മെസ്സേജ് അയച്ചിരുന്ന ഒരു ചെക്കനാണ്. അവ അങ്ങനെ സോറിയൊക്കെ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാളുടെ പേരും അതുപോലെ ആൾ വിട്ട മെസ്സേജ് ഒന്നും പുറത്തു വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അത് സാരല്ല, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറയാതെ അത് സാരല്ല എന്ന് പറഞ്ഞു. കാരണം എന്തായാലും വീഡിയോസ് പോയി, നമുക്ക് അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒരാൾ ഇതേപോലെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ പോലെ ഒന്നും തുടങ്ങാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇടൽ തുടങ്ങിയിട്ട് ഒരു 3000 മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സംഭവം ആ ഒരാഴ്ച കൊണ്ട് വിത്തിൻ 2 or 3 days കൊണ്ട് 50K ആയി. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും 100K ആയി. നമ്മളെ ഓരോ കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ 100K ആയത്. പക്ഷെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് ആയതിൽ വളരെ സന്തോഷം തോന്നി. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ എത്തിപ്പെട്ടത് എന്ന് സാരമായിരുന്നു. ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ ചോദിച്ചാൽ അധിക കമന്റ്സ് വായിക്കാറുണ്ട്, പക്ഷെ റിപ്ലൈ തരാൻ എനിക്ക് കഴിയാറില്ല. കാരണം സ്കൂളിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട്. ഇൻസ്റ്റയിലും അത് തന്നെയാണ് അവസ്ഥ, റിപ്ലൈസ് ഒന്നും കൊടുക്കാൻ കഴിയാറില്ല. പക്ഷെ ഞാൻ കമന്റ്സ് വായിക്കാറുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാറുണ്ട് നിങ്ങളെ കമന്റ്സ് ഒക്കെ. ഇനി നമുക്ക് Q&Aയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് KK മുഹമ്മദ് റൌഫ് എന്നാണ്. KK മുഹമ്മദ് റൌഫ്. അതുകൊണ്ടാണ് ഞാൻ KK റൌഫ് എന്ന് നമ്മുടെ ചാനലിന് പേരിട്ടത്. പിന്നെ ഞാനൊരു LP അധ്യാപകനാണ്. എന്നെ ചോദിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ആണോ? ഞാനൊരു എയ്ഡഡ് സ്ഥാപനത്തിലാണ് പഠിപ്പിക്കുന്നത്. അവിടുത്തെ 2ാം ക്ലാസ്സിലാണ്. നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന മൊത്തം 2ാം ക്ലാസ്സിലെ കുട്ടികളുടെയാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എൻ്റെ ഏജ് ആണ്. എനിക്കിപ്പോൾ കറന്റ്ലി 22 years ആണ്, 22 വയസ്സായിട്ടുണ്ട്. ആ വീട്ടിൽ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട് എവിടെയാന്നുള്ളതാണ് പിന്നീട് വന്ന കുറെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എൻ്റെ വീട് വരുന്നത് ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ മലപ്പുറത്താണ്. മലപ്പുറം പെരിന്തൽമണ്ണ എന്ന് പറയും. ഈ പറയാനുള്ളത് എന്താ, ഇനി ചോദിച്ചിട്ടുള്ള ചോദ്യം ഞാൻ പഠിച്ചത് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു, +2 സയൻസ് ആയിരുന്നു, ബയോളജി സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിപ്ലോമക്കാണ് പോയത്. DLED എന്ന് പറയും, ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ. അങ്ങനെ ഡിപ്ലോമക്ക് പോയി ഇറ്റാക്കി. അതിന്റെ കൂടെ തന്നെ KTET എന്ന് പറയും. അപ്പോൾ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, KTET എന്ത് ചെയ്തു, പാസ്സായി, യോഗ്യത നേടി. KTET പാസ്സായി കഴിഞ്ഞാൽ ആർക്കും ടീച്ചർ ആവാൻ കഴിയും. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, സംതിങ് ലൈക്ക് മാരീഡ് ആണോ, കമ്മിറ്റഡ് ആണോ, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം, മീൻസ് ചിരി വരാറുണ്ട്, നല്ല തമാശയായിട്ട് തോന്നാറുണ്ട്. അതിന്റെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു യൂട്യൂബ് ക്രിയേറ്ററോ ഇൻസ്റ്റഗ്രാം ക്രിയേറ്ററോ ഇൻഫ്ലുവൻസറോ അല്ല, ഞാനൊരു ടീച്ചറാണ്. സോ പുറത്തുനിന്ന് ആളുകളൊക്കെ കാണാറുണ്ട്, കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് യൂട്യൂബർ അല്ല അറിയാറുണ്ട്. ആക്ച്വലി ഞാനൊരു ടീച്ചറാണ്, യൂട്യൂബർ അല്ല. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. എന്നാൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇറ്റ്സ് മീ KK മുഹമ്മദ് റൌഫ്. താങ്ക് യു സോ മച്ച്. ബൈ.